വെറുതെ ഒരു അടിയൊന്നും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡ് മാത്രം ഒന്ന് വേദനിക്കും. ഇങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ തലയോടി കുറച്ച് വേദന ഉണ്ടാവും, 2 ദിവസം നീര് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞാൽ നമ്മളങ്ങ് വരി പോകും, ആ വിഷയങ്ങൾ മാറും, മരുന്ന് കുടിക്കും. പക്ഷെ അത് അടിക്കേണ്ടവനെ അറിയുന്നവനെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാടങ്ങ് പൊട്ടിപ്പോവും. മനസ്സിലായി? ഇതിങ്ങനെ അടിച്ചാലൊന്നും പ്രശ്നമല്ല. നമ്മൾ ഈ കൈയിൻ്റെ ഉള്ളിൽ കേട്ടോ ഇതിങ്ങനെ കുഴിച്ച് നിർത്തിയിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ 2 ചെവിൻ്റെ ഉള്ളിലും കാറ്റങ്ങ് കയറിയിട്ട് ആ സ്പോട്ടിൽ ആ കാറ്റിൻ്റെ പ്രഷർ കൊണ്ട് അതിൻ്റെ ഉള്ളിലത്തെ പാടങ്ങ് പൊട്ടും. സ്പോട്ടിൽ മൂക്കിലൂടെ ചോര വരും, ചെവിയിലൂടെ ചോര വരും, കേൾവി ശക്തി അതോടുകൂടി പോവും. തലവേദന കൊണ്ട് നമുക്ക് ഉറങ്ങാൻ കഴിയില്ല, നീര് വെക്കും, മൂക്കിലൂടെ വെള്ളം വരും. നമ്മൾക്ക് എന്താ പറയുന്നത്, ജലദോഷം പിടിച്ച പോലെ തല നമുക്ക് അനക്കാൻ കഴിയില്ല, എല്ലാ കാലവും വേദനയായിരിക്കും. അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. നമ്മളിങ്ങനെ അടിക്കുക, ഓടി, ഇതൊക്കെ എല്ലാവർക്കും കഴിയുന്ന പരിപാടിയാണ്. 10 ആൾ കൂടിയിട്ട് ഒരുത്തന്നെ അടിക്കണമെന്ന് ഒരു സംഭവം എന്നല്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടിക്കുന്ന ആളുകളെക്കുറിച്ച് കുറച്ച് ദയ നമുക്ക് വേണം. അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ ഈ അടിയൊക്കെ വളരെ ശ്രദ്ധിക്കണം. കൈ ഉള്ളിൽ കുഴിച്ചിട്ട് ഇങ്ങനെ അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലത്തെ സാധനം അങ്ങ് പൊട്ടിപ്പോവും, അത് പ്രശ്നമാണ്. ഇതിങ്ങനെ പല പ്രയോഗങ്ങളും നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ കാണിച്ചു തരാം. എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രയോഗങ്ങൾ ചെയ്യാമെന്നും. ബദരിക അല്ലെങ്കിൽ ചെവിക്ക് എങ്ങനെ ഒന്ന് അടിച്ചേ ആണോ. ഇപ്പോൾ നമ്മളൊരാളെ അടിച്ചു, ഈ അടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കയറ്റി അങ്ങോട്ട് അടിക്കാം കേട്ടോ. എന്നിട്ട് അടിച്ചേ ആണോ, നേരെ ബ്ലോക്ക് ചെയ്തു അടിച്ചു. ഈ അടി തന്നെ മതി ഇതിന്. ഈ അടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ സൈഡത്തെ ചെവി പോക്കാം. ഇനി അതൊന്നും വേണ്ട, മുന്നിൽ നിന്ന് അടിക്കാം. അടിച്ചേ ആണോ, 2 കൈ കൊണ്ട് അടിച്ചേ ആണോ, ഇങ്ങനെ അടിക്കാം നമുക്ക്. ഇനി അതൊന്നും വേണ്ട, ഇവരെ അടിക്കുന്നൊന്നും ഇല്ലാന്ന് കരുതിക്കും, വെറുതെ തമാശയൊക്കെ പണീൻ്റെ അടിയിൽ കൂടെ ഒന്നടിച്ചേ ആണോ. ഈ അടി നമുക്ക് അടിക്കാം, മനസ്സിലായോ. ഒരാളടിക്കുമ്പോൾ അങ്ങനെയാണ് പല പ്രയോഗങ്ങൾ നമുക്ക് ചെയ്യാം. അതിൽ ജസ്റ്റ് ഓരോന്ന് കാണിച്ചു തരുന്നു അത്ര. ഒന്ന് അടിച്ചേ ആണോ, 1 ഒരേ അടി. ഈ 2 ചെവി ഒരേപോലെ ഇങ്ങനെ അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. ചോര വരും, ഉള്ളിലത്തെ പാട പൊട്ടും, ചെവി നഷ്ടപ്പെടും, കേൾവി ശക്തി കാലാകാലം പിന്നെ ഉണ്ടാവില്ല, നീരുകൾ വരും, തല പൊന്തിക്കാൻ കഴിയില്ല, ഉറങ്ങാൻ കഴിയില്ല, മൂക്കുന്ന എപ്പോഴും നമുക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക. തലൻ്റെ മേലേക്ക് കളിക്കുമ്പോൾ വളരെ ചിന്തിച്ചിട്ട് കൈകാര്യം ചെയ്യണം. പക്ഷേ നമ്മൾ കുടുങ്ങുന്നൊരവസ്ഥയിൽ നമുക്ക് വേറെ മാർഗ്ഗമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ കൊല്ലപ്പെടുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അംഗവല്യം സംഭവിക്കും, ആ രീതിയിൽ നമ്മളെ വെല്ലാനോ കൊത്താനോ വെട്ടാനോ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, വേറെ വഴിയില്ല നമുക്ക്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പ്രത്യേകിച്ച് കുട്ടികളാണ് സ്കൂളിലൊക്കെ ഓടിപ്പോയാണ്ട് തലക്കടിക്കുക, ഇതേപോലെ അടിക്കുക, ചെവിയിലടിക്കുക, അല്ലെങ്കിൽ തമാശ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിൽ നിന്ന് തമാശയൊക്കെ ഉണ്ട് റെഡി. അതൊക്കെ വളരെ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ജയിലിൽ പോയിട്ട് നമുക്ക് ഉണ്ട കഴിക്കാം. ഓക്കെ, ബൈ.